ഹലോ മക്കളെ, എൻ്റെ മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഒരു കൊതി കേട്ടോ ബിരിയാണി കഴിക്കണമെന്ന്. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചിക്കൻ വാങ്ങിച്ച് കുറച്ച് ചിക്കൻ അങ്ങ് മാറ്റി വെച്ചു, എല്ലാം കൂടി വെക്കണ്ടല്ലോ. അങ്ങനെ ഇതാ അതിന് വേണ്ടി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഞാൻ ഇതാ മിക്സിയിലിട്ടൊന്ന് കറക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി കുറച്ച് മൂപ്പിച്ചിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ മേലിടാൻ വേണ്ടി ഉള്ളി മൂത്തതിന് ശേഷം ഞാൻ ആ എണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കൻ പീസ്, നല്ല ചിക്കൻ പീസ് എടുത്ത് ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി വെക്കാറ് കേട്ടോ. അങ്ങനെ ചിക്കൻ പീസുകളൊക്കെ ഞാൻ വെച്ച് ഒക്കെ ഓരോന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പീസ് വെച്ചിട്ടാട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്ന് വൈകിട്ട് ഒരു നേരത്തേക്ക് മാത്രമാണ്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ വെക്കുന്നത്. അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇതാ ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ. തൊട്ടടുത്തത് ആ ബിരിയാണിക്ക് വേണ്ടിയുള്ള കുക്കർ വെച്ചിട്ടുണ്ട്, നമ്മൾ ചോറ് വേവാനുള്ളത്. മസാല റെഡിയായപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ പീസ് അതിലേക്കൊന്ന് കൊട്ടി അതിനെ മസാല ഒന്ന് റെഡിയാക്കി കേട്ടോ. അങ്ങനെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. കുക്കറിലിതാ ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ മസാലയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ചോറ് വെന്തിട്ടുണ്ട്, നമ്മുടെ മസാലയും വന്നിട്ടുണ്ട്. നമ്മുടെ ചോറ് ഇതാ നമ്മുടെ മസാലയൊക്കെ കൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഇവൾ ഇങ്ങനെ വെക്കുന്നതെന്ന് ചിലർക്ക് തോന്നാം. ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത്. പലവരും പല രീതിയിലല്ലേ, എനിക്ക് ഇങ്ങനെ കഴിയൂ. ഇത് ടേസ്റ്റ് അപാരം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ചോറ് അതിലേക്ക് കൊട്ടി അതിൽ നിന്ന് തട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. തട്ടിപ്പൂട്ടി വെച്ചിരുന്നു. ഇനി അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഞാനൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെറിയ ഉള്ളി വറുത്തത് അതിലേക്ക് വെക്കുന്നത്. അങ്ങനെ എന്താ മല്ലിച്ചപ്പും വെച്ചിട്ടുണ്ട്. അത് പോരാൻ തോന്നിയപ്പോൾ നമ്മൾ കുറച്ച് ഡാൽഡയും കൂടി ഞാൻ അതിലേക്ക് കുത്തി തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡാൽഡയും വെച്ച് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് പിന്നെ ഞാനൊന്ന് എടുത്തിട്ടോ, ചെറു ചൂടിലാട്ടോ അടച്ച് വെച്ചത്. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ നിറം കാണുമ്പോൾ ഭയങ്കര എന്താ ഒരു കൗതുകം, എന്താ പറയുക, നമ്മളൊരു സാധനം വെച്ചിട്ട് അത് സക്സസ്ഫുൾ ആയാലുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ഉള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. പലരും പിറ്റേ ദിവസം പറയാറുണ്ട് നിൻ്റെ അവിടെ ചിക്കൻ ആയിരുന്നു ബിരിയാണി ആയിരുന്നു. കാരണം അപ്പുറത്ത് മണം കേൾക്കുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷം. നമ്മൾ വെക്കുന്ന ഐറ്റത്തിന് മണം ഉണ്ടെന്ന് അറിയാലോ. എന്ത് ബിരിയാണി ഉണ്ടാക്കിയാലും എരിവില്ലാത്ത കുറച്ച് ചോറ് മാറ്റി വെക്കണം കേട്ടോ. ഇതാ ഇവൾക്ക് വേണ്ടി. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട്